കയ്യൂല കാലുമില്ല. അത് പ്രകടനം അവിടെ ഇവിടെയും പലതാൻ നടക്കുന്നുണ്ട്. ഓരോരുത്തർ പറയുന്ന പ്രകടനത്തിന്റെ മുഴുവൻ കാര്യം അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല. പോരെ, ഫൈറ്റിംഗ് ആയില്ലേ? കൈ വെട്ടിയതിനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാനുള്ളത്? കൈ വെട്ടിയല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അല്ല, ഈ 2026 മെയ് വരെയുള്ള കാലം ഒരു വല്ലാതെ കാലമാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയാന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ മുമ്പിൽ. ആ, CPM അങ്ങനെ ഒരു വെട്ടുമില്ല, കയ്യൂല കാലുമില്ല. അത് പ്രകടനം അവിടെ ഇവിടെയും പലതാൻ നടക്കുന്നുണ്ട്. ഓരോരുത്തർ പറയുന്ന പ്രകടനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്താൽ ശരിയാവുമോ? ആ, വണ്ടൂർ ഏരിയ കമ്മിറ്റി നടത്തിയ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നത്. പാർട്ടി നിലപാടാണല്ലോ ഞാൻ പറയേണ്ടത്. പ്രകടനം നടത്തിയവർ മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയല്ലോ. ഏത് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല. പോരെ, ഫൈറ്റിംഗ് ആയില്ലേ? നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് ഈ നെഗറ്റീവാണ്. നിങ്ങൾ എങ്ങനെയായി പോയി കേരളത്തിലെ പത്രപ്രവർത്തകർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഞാൻ അതിനേക്കാളും വലിയ എന്തെല്ലാം തെറ്റ്, അതിനേക്കാൾ എതിരായിട്ട് എന്തെല്ലാം തെറ്റ്. ഇത് പുരോഗമനപരമായി ചിന്തിക്കുന്ന കൈ വെട്ടിയതിനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാനുള്ളത്? കൈ വെട്ടിയല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അല്ല, അത് തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ. ആരാ പറയത്? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു പാർട്ടി നിലപാട്. ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് തീർന്നില്ല, പിന്നെ അവിടെ തീർന്നില്ല പ്രശ്നം. പിന്നെ വെറുതെ അതിൻ്റെ മേലെ കയറി ചർച്ച ഉണ്ടാക്കേണ്ട കാര്യം എന്തായാലും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അപഹസിക്കത്തക്ക രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കേണ്ടതെന്നും വാർത്തകൾ കൊടുക്കേണ്ടതെന്നും തീരുമാനിച്ച് നടക്കുന്ന ആളുകളോട് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതി നിങ്ങൾ അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നല്ലത്. 1.5 പേജ് 2 പേജ് ഈ കേരളത്തിലെ മുഴുവൻ ആശുപത്രിയെ സംബന്ധിച്ച് എവിടെയെങ്കിലും അവിടെ ഒരു കോറലുണ്ട്, ഇവിടെ ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇനിയും ഇലക്ഷൻ വരെ തുടരും. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഈ 2026 മെയ് വരെയുള്ള കാലം ഒരു വല്ലാതെ കാലമാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയാന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. ഇതാണ് കേരളത്തിൻ്റെ ഒരു പത്രമാധ്യമങ്ങളുടെ ഒരു അവസ്ഥ. നിങ്ങളെന്നെയാ പറഞ്ഞു, പറയാരാ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞല്ലോ, അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല.